ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു എയർ ഫ്രഷ്നർ എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകൾ ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മീഡിയം അളവിൽ ചൂടാക്കിയ ഒരു കപ്പ് വെള്ളം എടുക്കുക. ഏകദേശം 250 ml ആണ് വെള്ളം വേണ്ടത്. വെള്ളം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഈ ഒരു എയർ ഫ്രഷ്നർ വളരെ സിമ്പിളായിട്ട് ആർക്കും തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വിനാഗിരി 1 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം തന്നെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ മണം ലഭിക്കുന്ന പെർഫ്യൂം പൗഡറാണ്. എല്ലാ ഫാൻസി ഷോപ്പുകളിലും ചോക്ലേറ്റിൻ്റെ മണമുള്ള ഈ ഒരു പെർഫ്യൂം പൗഡർ നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വില 18 രൂപയാണ് വരുന്നത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 2 നുള്ളു പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സ്പ്രേ പെർഫ്യൂം യൂസ് ചെയ്യുന്നവർ ഒരു 10 പ്രാവശ്യം ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണം ഏതാണോ ആ ഒരു പെർഫ്യൂം മാത്രം യൂസ് ചെയ്യുക. ഈ ഒരു പെർഫ്യൂം പൗഡർ യൂസ് ചെയ്യുന്നവർ ഈ ഒരു പൗഡർ നല്ല എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ വെറും 2 നുള്ള മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രയും ആയപ്പോൾ തന്നെ നമ്മുടെ എയർ ഫ്രഷ്നർ വളരെ സിമ്പിളായിട്ട് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായിട്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ഒരു ബോട്ടിലാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഇത്രയും വലുതൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കൈവശം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു ബോട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. കുപ്പിയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു എയർ ഫ്രഷ്നർ നമ്മുടെ വീട്ടിലെ റൂമിലും ഹാളിലും എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമുക്കിതിൻ്റെ മണം ലഭിക്കുന്നതായിരിക്കും. ഇത് ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും കുപ്പിയൊന്നും നല്ലോണം കുലുക്കുക. അതിനുശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലോണം സ്പ്രെഡായി പോകുന്ന രീതിയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ